തിരുവനന്തപുരത്ത് പോലീസ് ഉദ്യോഗസ്ഥന് മർദ്ദനം. AR ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥൻ മിഥുനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. SFI DYFI പ്രവർത്തകരാണ് മർദ്ദനത്തിന് പിന്നിലെന്നാണ് പരാതി. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ദേവനാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ദേവനിലേക്കാണ്. ദേവൻ, എന്തായാലും ആ ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതാണ്. വലിയ തരത്തിലുള്ള മർദ്ദനം അവിടെ ഉണ്ടായി എന്നുള്ളത് ഉറപ്പാണ്. ഇതിന് പിന്നിൽ മുൻവൈരാഗ്യമാണോ? പ്രത്യേകിച്ചും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയൊക്കെ ആക്രമിക്കാനുള്ള ധൈര്യം എന്താണ്? സ്വാതി, ഇന്ന് ഉച്ചയോടുകൂടിയാണ് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ തിരുവനന്തപുരം മാൾ ഓഫ് ട്രാവൻകൂറിൽ വെച്ച് തിരുവനന്തപുരം AR ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള മിഥുന് ഇത്തരത്തിൽ ഈ യുവാക്കളുടെ ഭാഗത്തു നിന്നും ആക്രമണം ഏൽക്കുന്നത്. ഇതിൽ മർദ്ദിച്ച യുവാക്കൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ SFIയുടെയും DYFIയുടെയും പ്രവർത്തകരാണെന്നുള്ളൊരു വാദമാണ് ഈ മർദ്ദനമേറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് അതിനുശേഷം മർദ്ദനമേറ്റതിന് ശേഷം ഇദ്ദേഹം വഞ്ചിയൂർ പോലീസിലാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചിട്ട് ഒരു മുൻവൈരാഗ്യമാണ് ഇതിന്റെ പിന്നിൽ, ഈ മർദ്ദനത്തിന് പിന്നിലെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പരാതിയിൽ പറയുന്നത്. അതിന് പിന്നിലുള്ള കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ ന്യൂ ഇയർ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ തിരുവനന്തപുരം ശംഖുമുഖത്ത് ഒരു ദിവസം ഈ രാത്രി DJ പരിപാടി നടത്തുന്നുണ്ടായിരുന്നു. അന്നേ ദിവസം അന്ന് ഈ മിഥുൻ അടങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു അന്ന് അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്. അന്ന് ഈ രാത്രി ഏറെ വൈകിയും ഈ DJ പരിപാടി തുടർന്ന് അന്ന് അവിടെ ഒരു പോലീസിന്റെ ലാത്തിചാർജ് അടക്കമുള്ള നടപടിക്രമങ്ങൾ അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് മർദ്ദനമേറ്റിരുന്നത് ഈ തിരുവനന്തപുരം ജില്ലയിലെ SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള നന്ദൻ അടക്കമുള്ള SFI പ്രവർത്തകർക്കായിരുന്നു. അന്ന് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും അന്ന് ആ വാർത്ത വലിയ വിവാദമാവുകയും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് ഈ മിഥുൻ അടങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു അന്ന് ഈ SFIയുടെയും DYFIയുടെയും പ്രവർത്തകരെ മറിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അന്ന് തന്നെ ഈ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥന് നേരെ ഒരു വെല്ലുവിളി ഉയർന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും ഇത്തരത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ തനിച്ച് കിട്ടുമെന്നോ അന്ന് ഇത്തരത്തിൽ മർദ്ദിക്കുമെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്ന് വലിയ രീതിയിലുള്ളൊരു ഭീഷണി ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഉണ്ടായിരുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങൾ പരിശോധിച്ച് തന്നെ മനസ്സിലാകും. ഇന്ന് ഈ ഉദ്യോഗസ്ഥൻ ഇന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തന്നെ സ്വകാര്യ ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മാളിൽ സന്ദർശനം നടത്തുമ്പോഴാണ് ഈ പ്രവർത്തകർ, ഒന്നിലധികം പ്രവർത്തകരുണ്ട്, അതിലിപ്പോൾ 2 പ്രവർത്തകരുടെ പേര് മാത്രമാണ് ഈ പരാതിയിൽ ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. മറ്റ് കണ്ടാലറിയാവുന്ന ആളുകൾക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ഈ പ്രവർത്തകർ ഈ പോലീസ് ഉദ്യോഗസ്ഥന് പിന്നാലെ വരികയും അതിനുശേഷം ആ മാളിനുള്ളിൽ വെച്ച് ആദ്യഘട്ടത്തിൽ ഒരു പ്രകോപനം ഉണ്ടാക്കാൻ, ഈ പോലീസ് ഉദ്യോഗസ്ഥമായ ഒരു പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീടും ഈ പോലീസ് ഉദ്യോഗസ്ഥന് പിന്നാലെ തുടരുകയും ഈ മാളിനുള്ളിൽ വെച്ച് തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഇവർ സംഘം ചേർന്നുകൊണ്ട് മർദ്ദിക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിലിപ്പോൾ ഏതായാലും ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ പരാതിയിൽ വഞ്ചിയൂർ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലുള്ള പ്രവർത്തകർ ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നതാണ്. നേരെയാണ് SFI DYFI പ്രവർത്തകരുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് മാൾ ഓഫ് ട്രാവൻകൂറിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്.